ഹോ, എന്നാ രസമല്ലേ! എല്ലാവർക്കും എന്നാ ഉണ്ട് വിശേഷം? സുഖമല്ലേ? നമ്മളിതുപോലെ ഇടുക്കി ജില്ലയിൽ കൂടെ പച്ചപ്പും നിറഞ്ഞ് പോകുന്ന പോലെ ഒരു വഴിയെ ഇന്ന് പോവുകയാണ്. ഇന്ന് പോകുന്നത് ഏഴാറ്റുമുഖമാണ് കേട്ടോ. ഇത് എറണാകുളം ജില്ലയാണ്. ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം കാണാൻ വേണ്ടി എണ്ണപ്പനകളുടെ തോട്ടത്തിന് നടുവിലൂടെയാണ് ഈ പോകുന്നത് കേട്ടോ. എണ്ണപ്പനകളെ നോക്കണോ അതോ പച്ചപ്പ് നോക്കണോ, ഇനി ആന വരുന്നുണ്ടോ നോക്കണോ, ഇതൊക്കെയാണ് നമ്മുടെ കണ്ണുകൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതുവഴി പോകുമ്പോൾ അതിരപ്പള്ളിയിൽ ഒരു വർഷം മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വഴി ആദ്യമായിട്ട് പോയി ഭയങ്കര കൗതുകമാണ്. അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് ഏഴാറ്റുമുഖം പോകാൻ ഒരു അവസരം കിട്ടിയത് കേട്ടോ. ഇതാണ് പാം ഓയിൽ ഉണ്ടാക്കുന്ന ആ കുരുക്കളുടെ പന കേട്ടോ. ഇതിൻ്റെ കായാണ് പാം ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്ത് രസമാണെന്നറിയോ, ഒരു അധികം വെയിലൊന്നും ഇല്ലാത്ത ഒരു ദിവസമായിരുന്നു യാത്ര. ആനക്കൂട്ടങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന വഴി, അതുപോലെ തന്നെ ഒരുപാട് ആനപ്പിണ്ടമൊക്കെ കിടക്കുന്നുണ്ടോ. അപ്പോൾ ആനയെ പ്രതീക്ഷിച്ചാണ് നമ്മൾ പോയത്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കയറി പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു റോഡിൽ കൂടെ പല പല കാഴ്ചകളും കുറേ മൃഗങ്ങളും അതുപോലെ തന്നെ പക്ഷികളും ഒക്കെ കാണാൻ പറ്റുന്നു കേട്ടോ. നമുക്ക് ഒരതിഥിയെ മാത്രം കാണാൻ പറ്റി. അപ്പോൾ അത് വീഡിയോ ഫുള്ളായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഒരുപാട് പശുക്കൾ മേയുന്നതും പക്ഷികളും പിന്നെ കുരങ്ങന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനത്തെ പറഞ്ഞ് നമ്മൾ വരാൻ കാത്തിരുന്ന സ്ഥലം എത്തിയിട്ടുണ്ട്, ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം. അപ്പോൾ ഇനി അങ്ങോട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാം. ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് കേട്ടോ. ഇപ്പം ഇവിടെ ഒരു പാലമുണ്ട്. ഇതിൻ്റെ അപ്പുറം തൃശ്ശൂർ ജില്ലയാണ്. എല്ലാം കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യൂ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. സ്ഥലമൊക്കെ അടിപൊളിയാണ്, പക്ഷെ കുരങ്ങന്മാരുടെ ശല്യം ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ ചാലക്കുടി പുഴയുടെ സൗന്ദര്യം ഓൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഈ ഒരു തൂക്കുപാലമാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്നാലും നമ്മുടെ ഇഞ്ചത്തൊട്ടി പാലത്തിൻ്റെ അത്രയും വരില്ലെങ്കിലും അടിപൊളിയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കുരങ്ങന്മാർ ഭയങ്കര ശല്യമാണ്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പോകുന്നുണ്ടെങ്കിൽ ഹെൽമെറ്റൊക്കെ ലോക്ക് ചെയ്ത് വെക്കുക, ഒന്നും അതിൽ വെച്ചിട്ട് പോകാതിരിക്കുക. കാറാണെങ്കിൽ ഗ്ലാസ്സൊക്കെ താത്തിട്ട് സേഫായിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകും കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ വന്നപ്പോൾ ചിൽഡ്രൻസ് പാർക്ക്, പിന്നെ ഒരുപാട് ഫാമിലി ആയിട്ട് ആൾക്കാർക്കൊക്കെ ഇരിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. സഞ്ചാരികൾക്ക് കുളിക്കാനും ഡ്രസ്സ് മാറാനും വാഷ്റൂമും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പാസ് ഉണ്ട്, എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു പാലത്തിൽ കയറാൻ വേണ്ടി. ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ തന്നെ ഒരു പാലമുണ്ട്, ഇത്ര നീളം ഇല്ലെങ്കിൽ കേട്ടോ, അയ്യപ്പൻ കോവിൽ തൂക്കുപാലം. അപ്പോൾ ചാലക്കുടി പുഴ ഏകദേശം കുറച്ച് അടിപൊളി വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലാട്ടോ. പാലത്തെ കയറുമ്പോൾ നല്ല വെയിലാണ്, മുഖമൊക്കെ ഇങ്ങനെ നമുക്ക് ഭയങ്കര ടാനൊക്കെ അടിക്കും. അപ്പോൾ തൂക്കുപാലത്തിൽ അധികം പേര് കയറരുതെന്നാണ് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു കുന്തിരിക്കത്തിൻ്റെ മരം കണ്ടു. നമുക്കിന്ന് ഈ ചാലക്കുടി പുഴ എറണാകുളം ജില്ലേനെയും തൃശ്ശൂർ ജില്ലേനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഈ ഒരു പാലം ഒന്ന് കയറിയാലോ? നല്ല രസമുണ്ട്. പാലത്തിൽ നിന്നിട്ട് ഈ പുഴ നോക്കുമ്പോൾ നല്ല രസമാണ്. ഒരു ബണ്ട് പോലെ ഡാം പോലെ കെട്ടിയിട്ടൊരു ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ കടത്തി വിടുകയാണ് കേട്ടോ. ഇത് കയറി കഴിയുമ്പോൾ ഒരു കുലുക്കമൊക്കെ ഉണ്ട്. അയ്യപ്പൻ കോവിൽ പാലത്തിൽ കയറിയിരിക്കുന്നത് കൊണ്ട് ആ ഒരു പേടി ഇല്ലായിരുന്നില്ല. എന്നാലും നല്ല നീളമുള്ള ഒരു പാലമായതുകൊണ്ട് കണ്ടപ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായി. ചാലക്കുടി പുഴ ഇങ്ങനെ അതിമനോഹരിയായിട്ട് എറണാകുളത്തിനും തൃശ്ശൂരിനും ഇടയ്ക്കൂടെ ഒഴുകിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ പാലത്തിൻ്റെ അപ്പുറം തുമ്പൂർ മൊഴിയാണ്. ഇതും അതുപോലെ തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കും ഇരുന്ന് സംസാരിക്കാനും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലം തുമ്പൂർ മൊഴി. അവിടുത്തെ പാസ് നമ്മൾ ആദ്യം തന്നെ എടുക്കണം കേട്ടോ. നമുക്കത് അറിയത്തില്ലായിരുന്നു. അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വേറെ പാസ് എടുക്കണം എന്ന് മനസ്സിലായത്. നമ്മൾ പോയതൊരു സാറ്റർഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് കാശ്മീരാന്നൊക്കെ തോന്നി കേട്ടോ. അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് വന്നിട്ടുണ്ട്. ഇപ്പുറ ഭാഗമാണ് തുമ്പൂർ മൊഴി കേട്ടോ. തുമ്പൂർ മൊഴി ഗാർഡനാണ്. ഇതുകൊണ്ട് ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ചേമ്പ് ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ. പറിക്കാനൊന്നും പറ്റുകയില്ല. കുറേ നേരം അവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് തിരിച്ചു പോരുവാണ്. വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. ഇപ്പം നല്ല വെള്ളമായതുകൊണ്ട്
ആയതുകൊണ്ട് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും എണ്ണപ്പനകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. എന്നെ രസമാണെന്നറിയാം ഇതുവഴി പോകുമ്പോൾ. ചെറിയ ചെറിയ വീടുകൾ, പട്ടിക്കൂട്ടങ്ങൾ, പശുക്കൂട്ടങ്ങൾ, ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. ആന ഇറങ്ങുന്ന സ്ഥലമാണ്. എല്ലായിടത്തും ഇലക്ട്രിക് വേലികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. റോഡ് കുറച്ച് മോശമാണ്, പക്ഷെ യാത്ര ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ആന പാസ് ചെയ്യുന്ന സ്ഥലമാണ്. ആനേനെ ഉപദ്രവിക്കോ ഹോണടിച്ച് പേടിപ്പിക്കോ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്നവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരുപാട് പശുക്കൂട്ടങ്ങളെ കണ്ടു. പിന്നെ ഇത് ഇവിടെ നിന്ന് കഴിയാറായപ്പോഴത്തേക്കും പൈനാപ്പിളിൻ്റെ എസ്റ്റേറ്റ് കണ്ടു. ഇതാണ് കേട്ടോ എണ്ണപ്പന. ഈ ഒരു കുരു വെച്ചിട്ടാണ് പാം ഓയിൽ അതിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ. ചെറിയ ചെറിയ കാട്ടരുവികളൊക്കെ ഒഴുകുന്നുണ്ട്. കാളക്കുട്ടനെ കണ്ടു. ഫോറസ്റ്റിൽ അനധികൃതമായിട്ട് നമുക്ക് കയറാനോ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ ഇറങ്ങിയൊന്നും പോകാനും പറ്റില്ല കേട്ടോ. ഇവിടുന്ന് നമ്മുടെ ചാലക്കുടി പുഴയെ കാണാം. ആന വെള്ളം കുടിക്കാൻ വേണ്ടി പോകുന്ന വഴിയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഫുൾ അവിടെ ആനപ്പിണ്ട് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ അതിഥി ഇതാട്ടോ, ഒരു മയിലിനെ കണ്ടു. ഇത് മാത്രമാണ് ഈ ഫോറസ്റ്റിൽ കൂടെ വന്നപ്പോൾ ഇവനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്നാൽ ഇവനെങ്കിലും കാണാൻ പറ്റിയല്ലോ. പെൺമയിലാണെന്നാണ് എൻ്റെ ഒരു അവലോകനം. ആണാണെങ്കിൽ ഒത്തിരി പാലൊക്കെ കാണില്ലേ. അപ്പൊ ഏഴാറ്റുമുഖം ഗണപതിയെ കാണാൻ പോയ ഞങ്ങൾക്ക് ഒരു മയിൽക്കുട്ടനെയെങ്കിലും കണ്ടു, മയിൽക്കുട്ടി. അങ്ങനെ 1-2 ചെക്ക് പോസ്റ്റ് ഒക്കെ കടന്ന് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ യാത്രകൾ നമ്മുടെ മൈൻഡിനെ ഭയങ്കരമായിട്ടും റിഫ്രഷ് ആക്കും. ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ദിവസം അല്ലായിരുന്നു ആദ്യം. പിന്നെ ഇടയ്ക്ക് കുറച്ച് അടിപൊളിയായി, പിന്നെ ഇതുപോലെ സൂപ്പറായി. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ചെറിയ ചെറിയ യാത്രകൾ നമ്മുടെ മൈൻഡിനെ ഒരുപാട് റിഫ്രഷ് ആക്കും. അപ്പോൾ അങ്ങനത്തെ യാത്രകളൊക്കെ നടത്തുക. അതുകൊണ്ട് ഇതൊരു അംഗൻവാടി കേട്ടോ. അവിടെ ചുറ്റും ഇലക്ട്രിക് വേലിയുണ്ട്. ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ കാര്യം ഞങ്ങൾ ആലോചിക്കുമായിരുന്നു. അതുകൊണ്ട് ആന കുത്തിമറിച്ചിട്ടേക്കുന്നതാണെന്നാണ് തോന്നുന്നത്. ഇതുവഴി ആന ഇറങ്ങി. ഇവിടെ ഫുള്ള് ആനപ്പിണ്ടമുണ്ട് കേട്ടോ. ഉണ്ടോ? ഇപ്പോൾ രാത്രിയൊക്കെ ഇതുവഴി പാസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചാലക്കുടി പുഴയും എണ്ണപ്പനകളും പശുവും കൂട്ടങ്ങളും കാളക്കൂട്ടങ്ങളും ഇവിടെയൊക്കെ കുറച്ച് വീടുകളും പൊളിഞ്ഞ കെട്ടിടങ്ങളും ഒക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അതിരപ്പള്ളി ഈ ഒരു റൂട്ടിൽ ഏറ്റവും കൂടുതൽ എണ്ണപ്പനകളാണ് നമുക്കൊരു കണ്ണിന് കുളിർമയേകുന്നത്. സൂര്യൻ ഉദിച്ചു വരുന്ന കണ്ടത്തൊന്നും നേരം വെളുത്താണ്, പക്ഷെ അല്ല, സൂര്യൻ അസ്തമിച്ചു. ഇറ്റ്സ് എ സൺസെറ്റ് ഗൈസ്. അങ്ങനെ നമ്മുടെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ കാക്കനാടിന് പോകട്ടോ. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഇനി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് യാത്ര അങ്ങ് അവസാനിപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് കാണാവേ. തരാ, ബൈ.